ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഇപ്പോൾ ഇല്ല. ഞാൻ മത്സരിക്കുന്നില്ല. ഈ സാധാരണപ്പെട്ട പ്രവർത്തകർ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ് പാർട്ടിക്ക് അഭിമാനകരമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത പ്രവർത്തകർക്ക് നേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും പുറത്താക്കി, അതുപോലെ കെ സുധാകരനെയും സീറ്റ് കൊടുക്കാതെ എംപിമാർ മത്സരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അപ്പം ശരിക്കും ഇതിലെ വില്ലൻ, ഇപ്പോഴത്തെ വില്ലൻ ആരാണ്? വില്ലൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളിപ്പം നായകനായിട്ട് വരുവാണ്. യഥാർത്ഥ വില്ലൻ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പം യഥാർത്ഥ വില്ലൻ KC വേണുഗോപാലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ മുഖ്യമന്ത്രി ആരാവണം? KC വേണുഗോപാലാവണോ? VD സതീശനാവണോ? അതും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, പാർട്ടി അയാളോടൊന്നും ചോദിക്കാതെ, എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് മനസ്സിലാക്കാതെ, ചോദിക്കാതെ ഉടനടി എടുത്തൊരു തീരുമാനം. അതിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു നിലയ്ക്ക് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ, മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, അത് ആ വ്യക്തിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് ഒരു മനുഷ്യരും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല, അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, സണ്ണി ജോസഫ് ആയിക്കോട്ടെ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാർ ഒരാൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നത് എന്താണ്? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അത് ആ തീരുമാനമാണ് ഞങ്ങൾക്കും എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞു മാറി. എല്ലാ ഇതും അയാളെ തലയെ കൊണ്ട് വെച്ച് അയാളെ എല്ലാ ആളുകളെ കൊണ്ടും ചീത്ത വിളിപ്പിച്ച് ഒരു സൈബർ അറ്റാക്ക് തന്നെ അങ്ങാർക്ക്, വൻ സൈബർ അറ്റാക്ക് തന്നെ അങ്ങാർക്ക് നേരിടേണ്ടി വന്നു. അപ്പം ഇന്നിപ്പം അയാൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ ഇന്നിപ്പം അയാൾക്ക് മുഖ്യമന്ത്രി ആവാമായിരുന്നല്ലോ. എന്തുകൊണ്ട് അയാൾ ഈ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് വേണ്ടിയിട്ട് പണി എടുത്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും അയാൾക്ക് കൊടുക്കാൻ ഇവരൊന്നും വകവയ്ക്കുന്നില്ല. അതിനും അടിയാണ്. അപ്പം KC വേണുഗോപാൽ രംഗത്ത് വരുന്നു, രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു. അപ്പോൾ ശരിക്കും ഇതിലെ യഥാർത്ഥ വില്ലൻ VD സതീശൻ അല്ലെന്നാണ് എനിക്കിതിലൂടെ മനസ്സിലായത്. യഥാർത്ഥ വില്ലൻ ആരാണ്? KC വേണുഗോപാലല്ലേ? ഇവിടെ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് നമ്മൾ കണ്ടതാണ്, ഞങ്ങളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളെല്ലാം കൂടെ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ എന്തായാലും ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കത്തില്ല. ഹൈക്കമാൻഡ് പറയുന്നതനുസരിച്ച് ഞാനൊരു കാര്യം, എന്ത് ഹൈക്കമാൻഡ്, എന്ത് ചോദിച്ചാലും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. അപ്പം അന്ന് ഹൈക്കമാൻഡിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു ഒപ്പ് വേണമെങ്കിൽ തന്നെ KC വേണുഗോപാലിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അതുവരെ കിട്ടൂ. എന്തിനു പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ആണ് ഈ പറഞ്ഞിട്ടുള്ള KC വേണുഗോപാലിനെ പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് പോകുന്ന വിഷയങ്ങൾ ആദ്യം എത്തുന്നത് ആരുടെ അടുത്താണ്? KC വേണുഗോപാലിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളിയാണല്ലോ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ രാഹുലിനെ പുറത്താക്കാൻ മുന്നിട്ട് നിന്നത് KC വേണുഗോപാലാണെന്ന് ഇതിലൂടെ തന്നെ, ഈ വിഷയങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ്റെ മണ്ടയിൽ എല്ലാം കൂടെ അടിച്ചേപ്പിച്ച് അങ്ങാരെ സമൂഹത്തിന് മുമ്പിൽ ഒരു കൊള്ളാത്തവനാക്കി എല്ലാവരെയും കൊണ്ട് സൈബർ അറ്റാക്ക് നേടിയെടുപ്പിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് കയ്യിൽ എല്ലാവരും കൂടെ കൊടുത്തയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ K സുധാകരൻ്റെ കാര്യം, എംപിമാർ മത്സരിക്കേണ്ട, K സുധാകരന് സീറ്റില്ല എന്ന് പറഞ്ഞ് K സുധാകരനെ നൈസായിട്ട് ഒഴിവാക്കി. അതും ചെന്ന് ചാടിയത് ആരുടെ തലയിലാണ്? അതും ചെന്ന് വീണത് ഈ പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ടയിലാണ്. എല്ലാവരും ആ സമയത്ത് VD സതീശനെ കുറ്റപ്പെടുത്തി, സൈബർ അറ്റാക്ക് ചെയ്തു. VD സതീശൻ കാരണമാണ് K സുധാകരനെ മത്സരിപ്പിക്കാതിരുന്നതെന്നൊക്കെ ഉള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥ സത്യാവസ്ഥ വെളിയിൽ വരുന്നത്. KC വേണുഗോപാൽ അങ്ങ് കേന്ദ്രത്തിലിരുന്ന് കളിച്ച കളികളാണ്, വേറൊന്നിനുമല്ല. അയാൾക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അയാൾ കളിച്ച കളികളാണ്. ഓരോ ആളുകളെ ഒതുക്കി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള VD സതീശനെ വെച്ച് മുമ്പിലിറക്കി കളിച്ചു. അവസാനം സതീശനെയും വെട്ടുന്ന രീതിയിലാണ് ഇപ്പം, സതീശനെയും ഒതുക്കുന്ന രീതിയിലല്ലേ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയിട്ട് വരണം. കാരണം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആരാണോ അയാൾ മുഖ്യമന്ത്രി ആവട്ടെ. കഴിഞ്ഞ 5 കൊല്ലം പട്ടിയെപ്പോലെ പണിയെടുത്ത് തെരുവിലും അവിടെ ഇവിടെ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള UDF അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തി VD സതീശൻ തന്നെയാണ്. എന്നാലും VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു
പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വികാരഭരിതയായിട്ട് പുള്ളിക്ക് വിഷമമുണ്ടെങ്കിലും പുള്ളി ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നു. പ്രസ്ഥാനം ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതിനോട് തന്നെ ഞാൻ യോജിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വി ഡി സതീശനെതിരെ നമ്മൾ കണ്ടതാണ് തെരുവിലൊക്കെ ആളുകളുടെ വികാരമാണ് അവിടെ ആളുകൾ തീർക്കുന്നത്, അല്ലാതെ PR വർക്കും തേങ്ങയും മണ്ണാങ്കട്ടയൊന്നുമല്ല. കുറേ ആളുകൾ ഇത് PR വർക്കുകളാണെന്ന് പറഞ്ഞു വരുത്തി തീർക്കാനെ കൊണ്ട് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വി ഡി സതീശൻ ഇട്ട പോസ്റ്റിങ്ങിനാണ് 102 സീറ്റുമായി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വി ഡി സതീശൻ. കണ്ടില്ലേ പുള്ളി ഇട്ട പോസ്റ്റ്? കണ്ടില്ലേ? പുള്ളിക്ക് പരിഭവ പരാതിയൊന്നുമില്ല. ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അത് പുള്ളി സ്വീകരിക്കുമെന്നാണ്. കാരണം യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മരണം വരെ പുറത്ത് നിൽക്കാനാണ് പാർട്ടി പറയുന്നതെങ്കിൽ പുറത്ത് നിൽക്കുമെന്നാണ്. പക്ഷേ ഇവിടെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ രാഹുലിൻ്റെ കാര്യം നോക്കണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നോക്കണ്ട, വേറെ ഒരുത്തനും സപ്പോർട്ട് ചെയ്തില്ല. ഒരുത്തനും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ. കാരണം നമുക്ക് അതിന് ഏറ്റവും വലിയൊരു പ്രൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വി ഡി സതീശനുള്ള പബ്ലിക്കിൽ ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ തയ്യാറായിട്ട് പോലില്ല. അതിനർത്ഥം രാഹുൽ തിരിച്ചു വരുന്നത് ഇവർക്കൊന്നും ഇഷ്ടമല്ല, കണ്ണേടിയാണ്. വി ഡി സതീശനാണെങ്കിൽ വി ഡി സതീശൻ അവസാനം ഇലക്ഷന് തൊട്ട് തലേന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ വി ഡി സതീശൻ പറയുന്നത് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. പക്ഷേ വി ഡി സതീശൻ CM ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരും. രാഹുലിനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരും, അത് ഉറപ്പാണ്. പക്ഷേ വേറെ ഒരുത്തൻ്റെ കയ്യിൽ ആ കസേര പോയി കഴിഞ്ഞാൽ ഒരുത്തനും പിന്നെ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ കെ സുധാകരനെ കണ്ടില്ലേ? കെ സുധാകരനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ, MP മാരെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കെ സുധാകരന് വാശി പിടിക്കും എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കെ സുധാകരനെ നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയത്. അതും ഈ പറഞ്ഞിട്ടുള്ള ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണ് MP മാർ മത്സരിക്കേണ്ടെന്നുള്ള തീരുമാനത്തിൽ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കെ സുധാകരനെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീരുമാനം കൊണ്ടുവന്നത്. അപ്പോൾ അവിടെയും കളിച്ചതാരാ? സണ്ണി ജോസഫ്, ഈ KC വേണുഗോപാലല്ലേ? അവിടെയും കളിച്ചത് KC വേണുഗോപാലാണ്. അവസാനം VD തഴഞ്ഞു. മുഖ്യമന്ത്രി കസേര തനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഓരോ ആളുകളിങ്ങനെ തഴഞ്ഞ് മാറ്റി, അത്ര തന്നെ. ഇനി ഞാനിവിടെ KC വേണുഗോപാൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വയ്ക്കാം. പുള്ളി മുഖ്യമന്ത്രി ആവാൻ പുള്ളിക്ക് പോലും ഇതുപോലെ നിറം മാറത്തില്ല. പുള്ളിക്ക് മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുന്നത്. പുള്ളിക്ക് ഒറ്റ വാക്ക് പറഞ്ഞ് ഒഴിയാനേ ഉള്ളൂ. ഇത്രയും ഈ കോൺഗ്രസിന് ഇത്രയും നാണം കിടാനും അല്ലെങ്കിൽ ഈ 2-3 ദിവസം കൊണ്ട് ഇത്രയും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവാനും കാരണം ആരാണ്? KC വേണുഗോപാൽ കാരണമല്ലേ? പുള്ളിക്ക് അവിടെ ഇരുന്നാൽ പോരെ? പുള്ളി എന്തിനാ ഇവിടെ കേരളത്തിലെ ഒരു പരിപാടിക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിനും പുള്ളിയെ കണ്ടിട്ടുമില്ല, പുള്ളി ഇറങ്ങിയിട്ടുമില്ല. പിന്നെ എന്തിന് UDFന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു പോലും പുള്ളി രംഗത്ത് വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് പുള്ളി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കടിപിടി കൂടുന്നത്? അത് അർഹതപ്പെട്ട ആൾക്ക് കിട്ടട്ടെ, പണിയെടുത്തിട്ടുള്ളവന് കിട്ടട്ടെ. എന്തായാലും KC വേണുഗോപാൽ അന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഇപ്പോൾ ഇല്ലേ. ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. കണ്ടോ, ഇവിടെ എന്താണ് പറഞ്ഞത്? ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് മുഖ്യമന്ത്രി ആവേം വേണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം, ക്ലിപ്പ്. ഒരു പ്രവർത്തകൻ്റെ പ്രതിഷേധമാണ്, UDF പ്രവർത്തകൻ്റെ. അത് നിങ്ങളൊന്ന് കണ്ടുപോകേ. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിലിന്റെ പേരിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇവരൊക്കെ രാജിവെച്ചിട്ട് സുധാകരൻ ആഭ്യന്തരവും ഷാഫി പറമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ് ആരോഗ്യമന്ത്രിയായിട്ട് എല്ലാ MP മാരും അങ്ങ് വരട്ടെ.
ഒരാൾ മാത്രമായിട്ട് കെ സി വേണുഗോപാലിന് വേണ്ടി ഒരു നിയമം മാറ്റുക, സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിയമം പറഞ്ഞത്? എംപിമാരെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? കെ സി വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ കെ സി വേണുഗോപാൽ സുധാകരൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDFകാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹികളുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. കെ സി വേണുഗോപാലിന്റെ എന്നല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരും ആവട്ടെ, അവരെ തോപ്പിച്ചിട്ട് കെ സിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. അതെ, അതാണ് അന്തസ്. അത്രയ്ക്ക് ഇതാണെങ്കിൽ വന്ന് ജനാധിപത്യം നേരിടട്ടെ, ജനങ്ങൾ മത്സരിപ്പിച്ച് ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട് മന്ത്രി കസേരയിലോട്ട് വരട്ടെ, അതാണ് അന്തസ്. അല്ലാതെ വേറൊരാൾ പണിയെടുത്തിട്ട് അതിൻ്റെ കൂലി മേടിക്കാൻ നിൽക്കുന്നത് അതൊരു നാണം കെട്ട ഏർപ്പാട് തന്നെയാണ്. ഇനി ഞാനിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തകർക്കെതിരെ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇതിന് ഒരുപാട് പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധത്തിന് ഇതിനൊക്കെ സംഘാടന ചെയ്തിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഒരുപാട് നിയമ നടപടികളല്ല, അവരെ ആ പ്രസ്ഥാനത്ത് നിന്ന് ആരാണോ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള അവരെയൊക്കെ ആ നേതൃത്വ സ്ഥാനത്ത് നിന്ന് എന്ത് സ്ഥാനമാണ് അവർക്കുള്ളത് അതിൽ നിന്നൊക്കെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെതിരെ ഡീൻ കുര്യാക്കോസ് ഒരു മറുപടി പറയുന്നുണ്ട്. പുള്ളി പറയുന്നൊന്ന് കേട്ടു, ഇതൊക്കെയാണ് നട്ടല്ലെന്ന് പറയുന്നത്. കാരണം പുള്ളി പറയുന്നതൊക്കെ കറക്റ്റ് കാര്യമാണ്, ശരിയല്ലേ? ജനാധിപത്യമാണ്, ജനങ്ങൾ വികാരമാണ് ഇവിടെ ജനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്, ജനങ്ങൾ കാണിക്കുന്നത്. അല്ലാതെ ഒരു PR വർക്കിൻ്റെ ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു PR വർക്കുമായിട്ട് ചെയ്തിട്ട് കാണിക്കുന്ന പ്രകടനങ്ങളല്ല. ഇത് ആർക്കും ഒരു ശല്യമില്ലാതെയാണ് ജനങ്ങൾ അവരെ ഈ പറഞ്ഞിട്ടുള്ള മാനസികാവസ്ഥ ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവിൻ്റെ ആ ഒരു നേതാവിന് തിരിച്ചടി കിട്ടുമെന്ന് കാണുമ്പോഴത്തേക്ക് അവരെ ഒരു രോഷം പ്രകടനമായിട്ട് അവർ കാണിക്കുന്നു. അത് സ്വാഭാവികമാണ്. അത് ഇവിടെ അല്ല, കേരളത്തിലൊന്നല്ല, എവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ സംഭവിക്കൂ. നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിലായതുകൊണ്ട് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഓരോന്ന് കടകൾ തല്ലിപ്പിടിച്ച് കത്തിച്ച് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളിപ്പം നടന്നതെന്ന് അറിയും. ഇതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കണം, എന്നാലോചിച്ച് നോക്കിയേ അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ സൗമ്യമായിട്ട് പ്രതിഷേധമായിട്ട് അവർ പ്രകടനം നടത്തി, അത്രമാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വലിയ നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും അവർ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ തമിഴ്നാട്ടിലാണെങ്കിലുണ്ടല്ലോ. എന്നാലും ദീൻ കുര്യാക്കോസ് പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ഇത്തരം ഒരു വിഷയത്തിൽ അവർക്ക് വേറെ ഒരിടത്തും പോയി അഭിപ്രായം പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ അവർ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു അമിതമായ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരുമ്പ് വടം വലിച്ചു കെട്ടിക്കൊണ്ട് ആരെയും അച്ചടക്കത്തിൻ്റെ ഉള്ളിലാക്കാം എന്നാരും ഈ പാർട്ടിക്കകത്ത് ആരും ധരിക്കുന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ അവർ നടത്തിയിട്ടുള്ളത് വൈകാരിക പ്രകടനങ്ങളാണ്. മാത്രമല്ല, ഈ സാധാരണപ്പെട്ട പ്രവർത്തകർ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ് പാർട്ടിക്ക് അഭിമാനകരമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത പ്രവർത്തകർക്ക് നേരെ ഈ വിധത്തിലുള്ള ഒരു നടപടി ആയിരുന്നില്ല വേണ്ടത്. ഒന്നുകിൽ അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക, ഇനി അതല്ലെങ്കിൽ അതിൻ്റേതായ നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനപ്പുറത്ത് തങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന പദവി എടുത്തു മാറ്റുമെന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് ഞാൻ പറയുകയാണ്. അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഈ പാർട്ടിയിൽ പണിയെടുത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള പദവികൾ, ആ പദവികൾ എടുത്തു മാറ്റാൻ പാകത്തിന് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഈ വിധത്തിലുള്ള വികാര പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രമാണ് നടപടിയും വന്നിട്ടുള്ളത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഒരു നിലയിലുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ DCC പ്രസിഡന്റിനെ വിളിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. KPCC പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു. അപ്പോൾ KPCC പ്രസിഡന്റ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, അവരുടെ പദവികൾ നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, പക്ഷേ പദവികൾ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശിക്ഷയല്ലേ? ഓക്കെ, കറക്റ്റ് കാര്യമില്ലേ? ജനങ്ങളുടെ വികാരമാണ് ജനങ്ങളവിടെ കാണിക്കുന്നത് എന്നും പറഞ്ഞ് ജനങ്ങൾക്കെതിരെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകരെ, അത് വേണ്ടുന്ന പദവിയിലിരിക്കുന്ന ആളുകളുടെ പദവി എടുത്തു മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ജനങ്ങൾ അത് പ്രതികരിക്കും, അത്ര തന്നെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന
ആളെയാണ് ജനങ്ങൾക്ക് വേണ്ടുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ മണ്ണും ചാരി ഇന്നവൻ പെണ്ണും കൊണ്ടുപോയെന്നൊരവസ്ഥയുണ്ടല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, അതൊരു വീഡിയോ ലൈക്ക് ചെയ്യുമോ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.